ഇന്ത്യൻ ഫുട്ബോളിന്റെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലിരിക്കുന്ന, കൃത്യമായി പറഞ്ഞാൽ താക്കോൽ സ്ഥാനങ്ങളിലിരിക്കുന്ന ചില എരപ്പാളികൾ ചേർന്നിട്ട് ഇന്ത്യൻ ഫുട്ബോളിനെ കൊന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലും ചില നുറുങ്ങ് പ്രതീക്ഷകൾ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയണോ വേണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ പോവുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കരുത്തന്മാരായിട്ടുള്ള സിറ്റി ഗ്രൂപ്പ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സിറ്റി ഗ്രൂപ്പാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ജെയിൻ സ്പോർട്സുമായിട്ട് ചേർന്നിട്ടായിരിക്കും ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അഡ്മിഷൻ രജിസ്ട്രേഷൻ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി തന്നെ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൂടിയാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. ജെയിൻ സ്പോർട്സുമായിട്ട് ചേർന്നിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ സിറ്റി ഗ്രൂപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന റെസിഡൻഷ്യൽ അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ കളിച്ച് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് പുറത്തുനിന്നൊരു ക്ലബ്ബ് വന്ന് ഇവിടുത്തെ ഒരു കച്ചവട സ്ഥാപനവുമായിട്ട് ചേർന്ന് കാര്യങ്ങളൊക്കെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതർ എന്ത് മാങ്ങാത്തൊലി ഇവിടുത്തെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി കാണിക്കുന്നു എന്നറിയുന്നില്ല. ഏതായാലും ഇവരുടെ അക്കാദമിയിൽ കൂടി വളരുന്ന പിള്ളേരൊക്കെ കളിക്കാൻ പ്രായമാകുമ്പോഴത്തേക്കെങ്കിലും ഇവിടുത്തെ ഫുട്ബോളിലെ തെമ്മാടിത്തരങ്ങൾ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ലിറ്ററലി നമുക്ക് ഇതുവരെയും ഒരു സ്പോൺസറെ കിട്ടിയിട്ടില്ല എന്നുള്ള വാർത്ത ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. ഷാജി പ്രഭാകരൻ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തോ മിറക്കിൾ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനകത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അതുകൊണ്ട് വലിയ തള്ളാനും നിൽക്കുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. മാഞ്ചസ്റ്റർ സിറ്റി ബംഗളൂരുവിൽ ജെയിൻ സ്പോർട്സുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഫുട്ബോൾ ട്രെയിനിങ് അക്കാദമി അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കാദമി തുടങ്ങുന്നു.